ബിസിനസ്സിന് ആവശ്യം മേജർ ആവശ്യം ക്യാപിറ്റലാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് മാൻ പവർ, കുറെ നമ്മൾ തിയറി പഠിക്കുന്നുണ്ടല്ലോ, ഇപ്പൊ കുറെ ആവശ്യങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സ് വേണം, ഐഡിയ. പക്ഷെ ഇതിനൊക്കെ ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്, നിങ്ങൾ ഐഡിയ ഒരുപക്ഷെ അയാളൊരു ഐഡിയ എന്ന് പറയുമ്പോൾ, എൻ്റെ അടുത്ത് ഇവിടുത്തെ ഒരു വളരെ റീസെൻ്റ്ലി നടന്ന വലിയൊരു എട്ടെക്ക്, വളരെ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു എട്ടെക് കമ്പനി പറഞ്ഞത്, എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, എനിക്കറിയില്ല അതെങ്ങനെ ബിസിനസ് ആക്കണം, പക്ഷെ എൻ്റെ ആഗ്രഹം ബിസിനസ് ആക്കണം, അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ റോള് വരുന്നത്. ആ ഐഡിയ എവിടെയൊക്കെ നമുക്ക് ഒരു ടേബിളിൽ അത് വരയ്ക്കുമ്പോൾ എവിടെ പഞ്ച് ചെയ്യണം, എവിടെ സോഫ്റ്റ് ആവണം, എവിടെ ഹാർഡ് ആവണം എന്ന് നമുക്കറിയാൻ പറ്റും ബിസിനസ്സിൽ. അപ്പം അങ്ങനെ മെൻറ്റർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലും, പിന്നെ അത് വൺസ് അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോണിറ്ററിങ്, അതും നമ്മളെ റോളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇന്ത്യയിലാണ് ഏറ്റവും നല്ല റെഗുലേറ്ററി ഫ്രെയിംസ് ഉള്ളത്, ഗവൺമെൻറ് പോളിസി. ഇത് വയലേറ്റ് ചെയ്ത് എനിക്ക് നിയമം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അയാളെ ഡ്രീമൊക്കെ പൂട്ടി ഭ്രാന്തായി പോകും, കാരണം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ നമ്മളെ റോളുണ്ട്. അപ്പൊ അതിനെ പ്രോഫിറ്റ് ആക്കി ഫണ്ട്സ്, അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റും ക്യാഷും കിട്ടണം. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിന്, ഫിനാൻഷ്യൽ കൾച്ചർ അതിൽ കൊണ്ടുവരണം, ഡിസിപ്ലിൻ കൊണ്ടുവരണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മളെ എഫക്റ്റീവായിട്ട്, എല്ലാം നല്ല ക്യാപിറ്റൽ ഉണ്ട്, ബിസിനസ് ഉണ്ട്. പക്ഷേ മാൻ മാനേജ്മെന്റിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ ബിസിനസ് തകർന്നു പോകുന്നുണ്ട്. അപ്പം ഓരോ ഏരിയയിലും നമ്മളൊരു മെന്റർഷിപ്പ്, ഒരു ഗൈഡൻസ്, അഡ്വൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ പറയല്, എനിക്ക് കിങ് ആവാനല്ല, ഞാൻ എന്നല്ല കേട്ടോ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിനെയാണ്. ഞാൻ എപ്പോഴും പറയല്, നമ്മൾ കിങ് ആവരുത്, ബട്ട് നമ്മൾ കിങ് മേക്കേഴ്സ് ആവണം. കിങ് മേക്കേഴ്സിനാണല്ലോ പവർ. ഏതൊരു രാജ്യത്തിന്റെ ഒരു പണ്ടത്തെ സ്റ്റൈലിൽ രാജാവിനേക്കാൾ പവർ ആൾക്കാരെ കണ്ടുപോവാ മന്ത്രിക്കാണ്. രാജാവിന്റെ ഒരു മന്ത്രി ഉണ്ടാവുമല്ലോ, അഡ്വൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ്, അതാവണം. അവിടെയാണ് നമ്മള് ഹീറോ ആകുന്നത്. മാസ്റ്റർ ബ്രെയിൻ സ്ക്രീനിൽ ചിലപ്പം ഇതിന്റെ ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും വരിക, പക്ഷെ ബിഹൈൻഡ് ദ സ്ക്രീൻ നമ്മൾ നിൽക്കുമ്പോൾ ആൾക്കാരെ ക്യൂരിയോസിറ്റിക്ക് അതാണ്, ആരാണ് ഇതിന്റെ അഡ്വൈസർ. സ്വാഭാവികമായിട്ട് വരുന്നത് ഒരു അഡ്വൈസർ. അപ്പോൾ അതിനൊരു പവർ ഉണ്ട്. ഈ പവറാണ് നമ്മളെ പ്രൊഫഷനിലൊക്കെ. അത് കേരളത്തില്, ഇന്ത്യയില്, ബോംബെയിൽ പോയി കൺസൾട്ടൻസി തുടങ്ങേണ്ട ആവശ്യമില്ല, ഡൽഹിയിൽ തുടങ്ങേണ്ട ആവശ്യമില്ല, ബാംഗ്ലൂർ. പണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കേരളത്തിൽ, അതും കോഴിക്കോട് അങ്ങാടിയിൽ നമുക്ക് സ്കോപ്പ് ഉണ്ട്. അതാ ഞാൻ കണ്ടെത്തിയൊരു സാധനം അതാണ്.